പ്രകൃതി ഭംഗി കൊണ്ട് മനോഹരവും മലയാള സിനിമയുടെ പ്രിയപ്പെട്ട ലൊക്കേഷനുമായ വാമല ശ്രീ മുരുകക്ഷേത്രത്തിലേക്കാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. പാലക്കാട് ജില്ലയിലെ പല്ലാവൂരിന് സമീപമുള്ള കുരുവോട്ടുകുന്ന് എന്ന ചെറിയ കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പ്രശസ്തമായ ക്ഷേത്രമാണ് വാമല ശ്രീ മുരുകക്ഷേത്രം. മലയാളികൾക്കേറെ പ്രിയപ്പെട്ട ദീപസ്തംഭം മഹാശ്ചര്യം, കുഞ്ഞിരാമായണം, ഹൃദയം തുടങ്ങിയ സിനിമകളുടെ പ്രധാന രംഗങ്ങൾ ചിത്രീകരിച്ചിരിക്കുന്നത് ഇവിടെ വെച്ചാണ്. കുന്നിൻ്റെ താഴെ നിന്നും പാറയിൽ കൊത്തിയുണ്ടാക്കിയ ചെറിയ പടവുകളിലൂടെയും നടവഴികളിലൂടെയും ഏകദേശം 10 മിനിറ്റ് നടന്നാൽ ക്ഷേത്രത്തിലെത്താം. പ്രായമായവർക്കും കുട്ടികൾക്കും വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ പറ്റിയ ചെറിയൊരു ട്രക്കിംഗ് അനുഭവമാണിത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് കാണുക. രാവിലെ 8 മണിക്ക് മുൻപോ വൈകുന്നേരം 5 മണിക്ക് ശേഷമോ ഇവിടെ എത്തിച്ചേർന്നാൽ ക്ഷേത്ര ദർശനം കഴിഞ്ഞ് മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കുകയും ചെയ്യാം. ബാലമുരുകനും കാവൽ ദൈവമായ ഇടുമ്പസ്വാമിയുമെല്ലാമാണ് ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠകൾ. ഞങ്ങളിവിടെ ഏകദേശം ഉച്ചയ്ക്ക് 12:30 എത്തിച്ചേർന്നത്. മഴക്കാറുള്ളതിനാൽ തന്നെ ക്ഷേത്രവും പരിസര പ്രദേശങ്ങളും കാണാൻ ഒരു പ്രത്യേക ഭംഗിയായിരുന്നു. ഉച്ചനേരമായിട്ട് പോലും ധാരാളം സഞ്ചാരികൾ ഇപ്പോഴും ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടുത്തെ മനോഹരമായ കാഴ്ചകളും കാലാവസ്ഥയും തന്നെയായിരിക്കാം അതിന് പ്രധാന കാരണം. കുന്നിൻ മുകളിലായതുകൊണ്ട് തന്നെ ഇവിടെ എപ്പോഴും ചെറിയ കാറ്റ് വീശിക്കൊണ്ടിരിക്കും. ഈ കാറ്റും കൊണ്ട് സുഹൃത്തുക്കളോടൊപ്പം വർത്തമാനവും പറഞ്ഞിരിക്കാൻ നല്ല രസമായിരിക്കും. ക്ഷേത്രത്തിനോടടുത്തു തന്നെയുള്ള ഒരു പാറപ്പുറത്ത് ഹനുമാൻ പാദം എന്ന് എഴുതി വച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. അവിടെ നിന്നും ആരോ മാർക്കിട്ട ഭാഗത്തേക്ക് നടന്നാൽ ഒരു പ്രത്യേക രീതിയിലുള്ള അടയാളം കാണാൻ കഴിയും. അങ്ങോട്ട് പോകുമ്പോൾ കാല് തെന്നി വീഴാതെ ശ്രദ്ധിക്കണം. ചുറ്റുപാടും പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളും അതിനു നടുവിലായി തലയുയർത്തി നിൽക്കുന്ന നെല്ലിയാമ്പതി മലനിരകളും ഇവിടെ നിന്നാൽ നമുക്ക് കാണാൻ കഴിയും. അതിമനോഹരമായ സൂര്യോദയവും സൂര്യാസ്തമയവും കാണാൻ കഴിയുന്ന ഒരു വ്യൂ പോയിൻ്റ് കൂടിയാണിത്. മഴക്കാലമായാൽ ഇവിടെയെല്ലാം കാണാൻ പ്രത്യേക ഭംഗിയായിരിക്കും. മഴയത്ത് കുന്നിൻ മുകളിൽ രൂപപ്പെടുന്ന ചെറിയ നീരുറവകൾ സഞ്ചാരികളുടെ കണ്ണിനും മനസ്സിനും കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയായിരിക്കും. കുന്നിൻ മുകളിലായി ശുദ്ധജലം ശേഖരിക്കുന്നതിന് വേണ്ടി പുതിയതായി നിർമ്മിച്ചൊരു വാട്ടർ ടാങ്കും കാണാൻ കഴിയും. ഇത് പ്രവർത്തിച്ചു തുടങ്ങിയാൽ വേനൽക്കാലമാവുമ്പോൾ പ്രദേശവാസികൾക്കൊരാശ്വാസമാവും. ഇവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ട് ഏകദേശം 2 മണിയോടുകൂടി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു. കുന്നിൻ്റെ താഴ്വാരത്തുള്ള ഒരു കുളമാണിത്. ഇവിടെ ധാരാളം ആമ്പൽ ചെടികൾ കാണാം. ആമ്പൽ പൂക്കുന്ന സമയത്ത് ഇവിടം കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഒരുപക്ഷെ യാത്രയുടെ അവസാനം എത്തിച്ചേരേണ്ട സ്ഥലത്തേക്കാൾ മനോഹരമായിരിക്കും നാം യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന വഴികൾ എന്ന് പറയുന്നത് എത്ര ശരിയാണ്. പച്ച വിരിച്ചു നിൽക്കുന്ന നെൽപ്പാടങ്ങൾക്കിടയിലൂടെയുള്ള ഈ യാത്ര പാലക്കാടിൻ്റെ ഗ്രാമീണ ഭംഗി കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. കൊല്ലങ്കോടും നെല്ലിയാമ്പതിയുമെല്ലാം കാണാൻ വരുന്നവർക്ക് അവരുടെ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണിത്. നിങ്ങൾ നടത്തിയ യാത്രകളിൽ നിങ്ങൾക്ക് ഏറെ ഇഷ്ടമായ സ്ഥലം ഏതാണെന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ. ഈ വീഡിയോ ഇഷ്ടമായാൽ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പങ്കുവയ്ക്കാൻ മറക്കരുത്. ആദ്യമായാണ് നമ്മുടെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾ ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യൂ. മറ്റൊരു സ്ഥലത്തെ മനോഹരമായ കാഴ്ചകളും അനുഭവങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും നമുക്ക് കാണാം.